ബ്ലൂംസ് ടാക്സോണമിയിലെ അഫക്റ്റീവ് ഡൊമൈൻ എളുപ്പവഴിയിൽ എങ്ങനെ പഠിക്കാൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിയോട് ഭയങ്കര അഫെക്ഷനാണല്ലേ, നമുക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ കുട്ടി പറയുകയാണ്, ഒരു വീടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടോയ്സ്, നമ്മളിങ്ങനെ പാർട്ടായിട്ടുള്ള ഒരു ടോയ് പാക്കറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തും. അങ്ങനെ ഡെലിവറി ബോയ് നമുക്ക് കൊണ്ട് തന്നു, നമ്മളത് മേടിച്ചു. വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണ്, നമ്മൾ ഒരു OTP പറഞ്ഞു കൊടുക്കും അല്ലേ. ആ OTP പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരനെ പറഞ്ഞു വിടും. അപ്പോൾ നമ്മളത് മേടിച്ചു, റിസീവിങ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളൊരു OTP പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് വാല്യൂ ചെയ്യുന്നത് ഗുഡാണോ ബാഡാണോ എന്ന് വാല്യൂ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ടോയ്സിൻ്റെ പാർട്സ് എല്ലാം ജോയിൻ ചെയ്ത് നമ്മളൊരു വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യുന്നു. അതിനുശേഷം 4-5 തവണ നമ്മളത് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക, നമുക്ക് കറക്റ്റായിട്ടൊന്നും വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3-4 തവണയാകുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് അത് ചേർത്ത് വെക്കേണ്ടത് നമ്മൾ മനസ്സിലാവും. നമ്മളത് പിന്നെ നമ്മൾ ഉൾക്കൊണ്ട് പിന്നെ സ്പീഡായിട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പം നമ്മളോട് ചേരുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ചേർത്ത് വെക്കുന്ന ആ ഒരു പരിപാടി നമ്മളോടൊപ്പം നമ്മുടെ ക്യാരക്ടറുമായിട്ട് പെട്ടെന്ന് ചേർന്ന് ഇഴകുന്നു അല്ലേ. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം റിസീവിങ് അല്ലെങ്കിൽ നമ്മൾ ആ സാധനം മേടിച്ചു, റെസ്പോണ്ടിങ് ആയിട്ട് OTP കൊടുത്തു, പിന്നെ അത് കറക്റ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, എന്താണ് ആ ടോയ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ വാല്യൂ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. ഇതെല്ലാം അടുക്കിപ്പറക്കി നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ പാടായിരിക്കും, അത് കഴിഞ്ഞ് നമ്മൾ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ ചെയ്ത് പഠിക്കുന്നു. ക്യാരക്ടറൈസിങ്, ഓക്കെ. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ് നമ്മുടെ കുട്ടിയോടുള്ളൊരു ഇഷ്ടം കൊണ്ടിട്ടാണ്. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ.